20-ാം വയസ്സിൽ ഡോക്ടർ അയാളോട് പറഞ്ഞു, താങ്കൾക്ക് ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഇനി 2 വർഷത്തെ സമയം മാത്രം. നാഡീകോശങ്ങളെ തളർത്തുന്ന മാരകമായ ഒരു രോഗം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു. തൻ്റെ സമയത്തെക്കുറിച്ച് ലഭിച്ച മുന്നറിയിപ്പ് അയാളുടെ മുന്നിൽ ഒരു വഴിയായി തെളിഞ്ഞു. ഗവേഷണത്തിന് വിഷയം കിട്ടാതെ വിഷമിച്ചിരുന്ന ആ യുവാവ് സമയമെന്ന വിഷയത്തെക്കുറിച്ച് ഗവേഷണം തുടങ്ങി. മരണത്തിന് മുന്നിൽ നിർത്തി പല്ലിളിച്ച രോഗം ആ യുവാവിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കീഴടങ്ങി. ഡോക്ടർമാർ കുറിച്ചു നൽകിയ 2 വർഷമെന്ന കടമ്പ കടന്ന ആ മനുഷ്യൻ സ്റ്റീഫൻ ഹോക്കിംഗ് 76 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. UK-യിലെ ഓക്സ്ഫോർഡിൽ ഫ്രാങ്ക് ഹോക്കിങ്ങിൻ്റെയും ഇസബെലിൻ്റെയും മകനായി 1942 ജനുവരി 8 ജനിച്ച സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിന് ഫിസിക്സിലും മാത്സിലുമായിരുന്നു താൽപ്പര്യം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ബിരുദ പഠനത്തിനു ശേഷം കേംബ്രിഡ്ജിൽ ഗവേഷണത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ 1962 പെട്ടെന്ന് ഒരു ദിവസം സ്റ്റീഫൻ ഹോക്കിംഗ് കുഴഞ്ഞു വീണു. വിശദമായ വൈദ്യപരിശോധനയിൽ അയാൾക്ക് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന മാരക രോഗമാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തുകയായിരുന്നു. പരമാവധി 2 വർഷം മാത്രമാണ് ആയുസ്സെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. രോഗം മൂർച്ഛിച്ച് ക്രമേണ ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട ഹോക്കിങ്ങിൻ്റെ ജീവിതം വീൽചെയറിലായി. കമ്പ്യൂട്ടറുമായി ഘടിപ്പിച്ച സ്പീച്ച് സിന്തസിസർ വഴിയായി സംസാരം. രോഗം ശരീരത്തെ തളർത്തുന്നതിനിടയിലും തളരാത്ത മനസ്സുമായി കേംബ്രിഡ്ജിലെ ഗവേഷണകാലത്ത് മഹാസ്ഫോടന സിദ്ധാന്തത്തെക്കുറിച്ചും തമോഗർത്തങ്ങളെക്കുറിച്ചും അദ്ദേഹം പഠിച്ചു. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ റോജർ പെൻറോസ് നക്ഷത്ര പരിണാമത്തിലെ അവസ്ഥയായ തമോഗർത്തങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച സിദ്ധാന്തങ്ങളായിരുന്നു സ്റ്റീഫൻ്റെ പ്രചോദനം. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലൂടെ ഹോക്കിങ്ങിൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരന്നു. 1996 ഡോക്ടറേറ്റ് നേടിയ സ്റ്റീഫൻ ഹോക്കിംഗ് ആ വർഷം തന്നെ റോജർ പെൻറോസുമായി ചേർന്ന് സിംഗുലാരിറ്റീസ് ആൻഡ് ദ ജോമെട്രി ഓഫ് സ്പേസ് ടൈം എന്ന പേരിൽ എഴുതിയ പ്രബന്ധത്തിന് വിഖ്യാതമായ ആദംസ് പ്രസ് ലഭിച്ചു. 1974 റോയൽ സൊസൈറ്റിയിൽ സ്റ്റീഫൻ അംഗമായി. 1979 മുതൽ 30 വർഷം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് വിഭാഗത്തിൽ ലൊക്കേഷൻ പ്രൊഫസറായി. തിയറി ഓഫ് എവരിത്തിങ് എന്ന പേരിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച സമഗ്രമായ സിദ്ധാന്തവും അദ്ദേഹം ആവിഷ്കരിച്ചു. 2004 ജൂലൈയിൽ ഡബ്ലിനിൽ ചേർന്ന രാജ്യാന്തര ഗുരുത്വാകർഷണ പ്രപഞ്ചശാസ്ത്ര സമ്മേളനത്തിൽ തമോഗർത്തങ്ങളെക്കുറിച്ച് അന്നുവരെ താൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചിരുന്ന പല ധാരണകളെയും തിരുത്തുന്ന പുതിയ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചു. ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും ശാഖകളായി പിരിയുന്ന ശിശുപ്രപഞ്ചങ്ങൾ എന്ന ആശയവും ഹോക്കിംഗ് അവതരിപ്പിച്ചു. ബ്ലാക്ക് ഹോളുകൾ ഇല്ലെന്നും പകരം ഗ്രേ ഹോളുകൾ ആണുള്ളതെന്നും ഉള്ള നിഗമനം അവതരിപ്പിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് വീണ്ടും ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചു. അന്യഗ്രഹ ജീവൻ തേടുന്ന വമ്പൻ ഗവേഷണ പദ്ധതിയായ ബ്രേക്ക് ത്രൂ ഇനിഷ്യേറ്റീവുമായി ഹോക്കിംഗ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ഗവേഷണകാലത്തു പരിചയപ്പെട്ട ജെയിൻ വൈൽഡിൻ എന്ന യുവതിയെ സ്റ്റീഫൻ പ്രണയിച്ച് വിവാഹം ചെയ്തു. ജെയിനുമായുള്ള വിവാഹമാണ് കൂടുതൽ ജീവിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവർക്ക് 3 മക്കൾ പിറന്നു. എന്നാൽ ജെയിൻ വൈൽഡുമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷം എലൈൻ മേസൺ എന്ന നേഴ്സിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ലോകപ്രശസ്തനാക്കിയ പുസ്തകങ്ങളിൽ ഒന്നാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. 40ഓളം ഭാഷകളിലായി കോടിക്കണക്കിന് പതിപ്പുകൾ വിറ്റഴിഞ്ഞ പുസ്തകമാണിത്. സ്റ്റീഫൻ ഹോക്കിങ്ങുമായുള്ള ബന്ധത്തിനെക്കുറിച്ച് മുൻ ഭാര്യ ജെയിൻ വൈൽഡ് എഴുതിയ ട്രാവലിംഗ് ടു ഇൻഫിനിറ്റി മൈ ലൈഫ് വിത്ത് സ്റ്റീഫൻ എന്ന പുസ്തകവും അതിനെ ആധാരമാക്കി ജെയിംസ് മാർഷ് സംവിധാനം ചെയ്ത ദ തിയറി ഓഫ് എവരിത്തിങ് എന്ന സിനിമയും അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ നൽകും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.